ഹലോ എക്സാമിനർ ഫാമിലി. അപ്പൊ എന്റെ എല്ലാ +2 മക്കൾക്കും അല്ലെ, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ദാ ഈ ഒരു നെയിം എന്ന് പറയുന്നത് അല്ലെ, CUET. എന്താണ് CUET എന്ന് എന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതായത് +2 കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ എയിംസ് ഉണ്ടാവും അല്ലെ. അതായത് എങ്ങോട്ടേക്കാണ് നിങ്ങളുടെ പാത തിരിയേണ്ടത്, എന്റെ ഒരു കരിയർ ഞാൻ ഏത് ഫീൽഡിലാണ് അല്ലെ പടുത്തുയർത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഇപ്പൊ ചിന്തിച്ചിട്ടുണ്ടാവും. പല ആൾക്കാരും ഇപ്പൊ ചിലപ്പോൾ ചിന്തിച്ചിട്ടും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ നമുക്കറിയാം +2 കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ആണ് നമുക്ക് നമ്മളുടെ ജോബിലേക്കാണെന്നുണ്ടെങ്കിലും അല്ലെ, നിങ്ങളുടെ ഒരു ഫീൽഡ് അഥവാ നിങ്ങളുടെ ഒരു ലൈഫ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഫീൽഡ് നമ്മുടെ +2 കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഈ +2 കഴിയുന്ന സമയത്ത് നമുക്ക് ഒരു എന്ത് വേണം അല്ലെ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എയിം വേണം. അതായത് ഞാൻ ഏത് ഫീൽഡിലേക്കാണ് തിരിയാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് അല്ലെ, ഞാൻ ഏതാണ് ചൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ പലർക്കും ആഗ്രഹം ഡോക്ടേഴ്സ് ആവണം, എഞ്ചിനീയേഴ്സ് ആവണം അല്ലെ, അതുപോലെ തന്നെ നല്ല വക്കീൽ അതായത് LLB എടുത്ത് പോകണം അല്ലെ, അഡ്വക്കേറ്റ്സ് ആവണം, അങ്ങനെ ഒരുപാട് IAS പോകണം അല്ലെ, IPS ആവണം, അങ്ങനെ ഒരുപാട് എന്നുണ്ടായിരിക്കും വിഷസ് എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവും അല്ലെ. അപ്പം നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് റിയാലിറ്റി മിസ് പറഞ്ഞു തരാം. ആൻഡ് നിങ്ങളുടെ +2 കഴിഞ്ഞാലുള്ള നിങ്ങൾക്ക് ഏറ്റവും അല്ലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധ്യതയാണ് നമ്മുടെ CUET എന്ന് പറയുന്നത്. അതായത് വേറൊന്നല്ല, ഈ CUET എന്ന് വെച്ചാൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ എൻട്രൻസ് ടെസ്റ്റ് ആണ്. അതായത് നിങ്ങൾക്ക് ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നമുക്ക് അവൈലബിൾ ആണല്ലേ. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള അഡ്മിഷൻസ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ട എക്സാം എന്ന് പറയുന്നത് CUET ആണ്. അപ്പം എന്തുകൊണ്ട് CUET അല്ലെ, ഇതിൽ പലരും ഈ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല എന്താണ് CUET എന്ന് പറയുന്നത്. അപ്പം ഈ CUET എന്ന് പറയുന്ന എക്സാമിനേഷനെ പറ്റി പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു റിയാലിറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ +2 കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഓരോ കോഴ്സുകളായിട്ട് എടുത്തിട്ട് പോകും അല്ലെ. അപ്പൊ അതിൽ നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മുടെ +2 കഴിഞ്ഞിട്ടുള്ള കോഴ്സുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഡിവൈഡ് ചെയ്യാൻ പറ്റുക. ഒന്ന് നമ്മുടെ പ്രൊഫഷണൽ കോഴ്സസ് ആണ്, ആൻഡ് രണ്ടാമത്തെയാണ് നമ്മുടെ അക്കാദമിക് കോഴ്സസ് എന്ന് നമ്മൾ പറയും. അപ്പൊ പ്രൊഫഷണൽ കോഴ്സസ് എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല, ഒരുപാട് പ്രൊഫഷണൽ കോഴ്സ് ഉണ്ട്. അതായത് ഇപ്പം MBBS ആവട്ടെ, BDS ആവട്ടെ, ആയുർവേദ, BTech, നഴ്സിംഗ്, BPharm, കാർഡിയോ അല്ലെ. അതായത് ഒരുപാട് പാരാമെഡിക്കൽ ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ CA, CMA അല്ലെ, അങ്ങനെ ഒരുപാട് പോളിടെക്നിക്, ITI, അങ്ങനെ ഒരുപാട് എന്തുണ്ട് പ്രൊഫഷണൽ കോഴ്സസ് ഉണ്ട്. അതുപോലെ തന്നെ ഇനി നമ്മുടെ അക്കാദമിക് കോഴ്സസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ആളാണ്. അതായത് നമ്മളിപ്പോ ആർട്സ് ആൻഡ് സയൻസ് കോളേജസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അതായത് ഇപ്പോ ഇവിടെ നമ്മുടെ കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദേവഗിരി കോളേജ് ഉണ്ട്, ഫറൂഖ് കോളേജ് ഉണ്ട്, മലബാർ ക്രിസ്ത്യൻ കോളേജ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുറത്തോട്ടേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പഠിക്കും, വിക്ടോറിയ കോളേജ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കേരള വർമ്മ, മഹാരാജാസ് അല്ലെ, ക്രൈസ്റ്റ് കോളേജ്, അങ്ങനെ ഒരുപാട് കോളേജുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ കോളേജുകളിലൊക്കെയുള്ള കോഴ്സുകൾ എന്ന് പറയുന്നത് എന്താ നിങ്ങൾക്ക് അറിയാം. BA ഇംഗ്ലീഷ് അല്ലെ, BA മലയാളം, BSc ഫിസിക്സ്, അതുപോലെ തന്നെ BSc കെമിസ്ട്രി, എക്കണോമിക്സ്, ഹിസ്റ്ററി, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് അഥവാ ഓരോ ഫീൽഡ് ഓഫ് സയൻസ് ഒക്കെ എടുക്കുന്ന സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതിനെയാണ് നമ്മൾ ഈ അക്കാദമിക് കോഴ്സസ് എന്ന് പറയാം. അപ്പം ഈ അക്കാദമിക് കോഴ്സസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവില്ല. അതായത് ഞാൻ +2 കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ BSc ഫിസിക്സ് ആണ് എടുക്കാൻ പോവുക. അപ്പൊ ദിൽഷാമിസ് ആണെങ്കിൽ ഞാൻ എടുത്തത് BSc ഫിസിക്സ് ആണ്, ഞാൻ അക്കാദമിക് കോഴ്സ് എടുത്തിട്ട് പോയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുപോലെ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ചിലർക്ക് പലർക്കും പ്രൊഫഷണൽ കോഴ്സുകൾ എടുക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ ഇതുപോലെ അക്കാദമിക് കോഴ്സുകൾ പോയിട്ട് എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾ +2 കഴിഞ്ഞിട്ട് എന്തിലേക്ക് പോകാനാണ് ആഗ്രഹം? ഒരു അക്കാദമിക് കോഴ്സിലേക്കാണോ അതോ പ്രൊഫഷണൽ കോഴ്സിലേക്കാണോ പോകാൻ ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് പറയാന്നുള്ളത് താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അതായത് ഒരു റിയാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ +2 കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് പ്രൊഫഷണൽ കോഴ്സിന് പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് പേര് എൻഡപ്പ് ചെയ്യുന്നത് നമ്മുടെ അക്കാദമിക് കോഴ്സുകളിലേക്കാണ്. അതിന് കാരണം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, പ്രൊഫഷണൽ കോഴ്സസ് നോക്കുകയാണെങ്കിൽ അതിന്റെ സീറ്റ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ സീറ്റുകൾ വളരെ കുറവായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ പലരും വളരെ ഇഷ്ടത്തോടു കൂടി അക്കാദമിക് കോഴ്സുകൾ എടുക്കുന്നവരുണ്ട്, അതിനുശേഷം അല്ലാതെയും അല്ലെ നമ്മൾ അക്കാദമിക് കോഴ്സുകളിലേക്ക് വന്ന് എത്തിച്ചേരുന്നവരുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, ഈ അക്കാദമിക് കോഴ്സസ് നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ നിങ്ങളുടെ നാട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആർട്സ് ആൻഡ് സയൻസ് കോളേജസ് കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഒരുപാട് സാധ്യതകളും സീറ്റുകളും ഉള്ളത് കൊണ്ടാണ്
ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു അക്കാദമിക് ആയിട്ടുള്ള കോഴ്സുകളിലേക്ക് കുട്ടികൾ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ അക്കാദമിക് കോഴ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു എക്സാമിനെ പറ്റി എന്തായാലും അറിഞ്ഞിരിക്കണം. അതായത് CUET എന്ന് പറയുന്നത്. അപ്പൊ CUET എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അതായത് നമ്മളുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള കോമൺ ആയിട്ടുള്ള എൻട്രൻസ് എക്സാം ആണ് നമ്മുടെ CUET എന്ന് പറയുന്നത്. അപ്പം ഇത്തരം കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു ക്യാമ്പസിൽ പഠിക്കണം എന്ന് തന്നെയല്ലേ അല്ലേ? ഒരുപാട് സാധ്യതകളുള്ള, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോളേജിൽ പഠിക്കണം എന്ന് തന്നെയായിരിക്കും എൻ്റെ കുട്ടികളുടെ ആഗ്രഹം. നമുക്കറിയാം ഒരുപാട് കോളേജുകൾ, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കോളേജുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. എന്നാൽ കൂടെ നമുക്കൊരു ജോലിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ, നമുക്കൊരു ജോലി സാധ്യതയിലേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ അടുത്തേക്ക് വേഗം തന്നെ എത്തിച്ചേരാൻ വേണ്ടി പറ്റും. അതായത് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പറയുമ്പോൾ ഈ കാണുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ വലിയ, വളരെ അതിന്റെ നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ അഭിമാനമായിട്ട് കാണുന്ന ഒരു കാലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറയുമ്പോൾ നമുക്ക് അഭിമാനത്തോടു കൂടെ പറയുമ്പോൾ ഞാൻ ഇവിടെയാണ് പഠിക്കുന്നത്. അവിടുത്തെ ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്നത് വെറുതെ ഒരു പ്രൈഡ് മാത്രമല്ല, ആ ഒരു പ്രൈഡ് കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നതും അവിടെയുള്ള എൻവയോൺമെന്റ് തന്നെയാണ്. അപ്പൊ നിങ്ങളിപ്പോൾ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പോയി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു ക്യാമ്പസ് മാത്രമല്ല മക്കളെ, നിങ്ങൾക്ക് അവിടെ ഒരുപാട് പേരെ മീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണ്, നമ്മൾ ജീവിച്ചു വരുന്ന സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മളുടെ സ്വഭാവവും അതുപോലെ തന്നെ നമ്മുടെ ലൈഫും എല്ലാം, നമ്മുടെ ചിന്താഗതികളും എല്ലാം നമ്മൾ ജീവിക്കുന്ന ആ ആൾക്കാരുകൾ നമ്മുടെ ചുറ്റുപാടുമുള്ള നാട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെടുന്ന ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മളുടെ ചിന്താഗതി ഇരിക്കുക അല്ലെ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എൻ്റെ കുട്ടികൾ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പഠിക്കുകയാണെങ്കിൽ അവിടെ നിന്നും ഒരുപാട് സ്ഥലത്ത് നിന്നുള്ള ആൾക്കാരാണ് വരുന്നത് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് പുതിയ മനുഷ്യരെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അവരെ നിങ്ങൾക്ക് അപ്പൊ അവരുമായിട്ട് ഇടപഴകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് സ്വഭാവമാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാവാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു മീറ്റ് ബെറ്റർ പീപ്പിൾ ഒരുപാട് ആൾക്കാരെ കാണുമ്പോൾ അവരുടെ ഓരോ ജീവിത സാഹചര്യങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാവും ലോക വിവരം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് വളർത്തിയെടുക്കാൻ ഈ ബെറ്റർ പീപ്പിളിനെ നമ്മൾ കാണുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇനി നോക്കുകയാണെങ്കിൽ ബെറ്റർ എക്സ്പോഷർ, അതായത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ ഇതെല്ലാം പഠിക്കുന്നതും ഏതൊരു കോഴ്സിലേക്ക് നിങ്ങൾ തിരിയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി നമുക്ക് നല്ലൊരു ജോബ് വേണം, നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പറ്റണം നല്ലൊരു ജോബിലേക്കും ഫിനാൻഷ്യൽ ഒരു സെക്യൂരിറ്റി നമുക്ക് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളവർ തന്നെയാണ് എല്ലാവരും. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ, അതായത് ഇപ്പോൾ സാധാരണ ഒരു കോളേജിൽ പഠിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ എക്സ്പോഷർ, അതായത് നിങ്ങളുടെ കഴിവിനെ നിങ്ങൾക്ക് തെളിയിക്കാനും കാണിക്കാനും അതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ വിചാരിക്കും ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ഭയങ്കര പാടല്ലേ? ഇല്ല മക്കളെ, നിങ്ങൾ എൻട്രൻസ് എക്സാം എഴുതുന്നതായതുകൊണ്ട് തന്നെ ഒരുപാട് സ്കോളർഷിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ഫീസസ് ഒക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസസ് ആണ്. നമുക്ക് താങ്ങുന്ന ഫീസ് മാത്രമേ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാൻ വേണ്ടി നമുക്കുള്ളൂ. പിന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഒരുപാട്, കാരണം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുട്ടികളാണ് പഠിക്കുന്നത്. അപ്പൊ അവിടേക്ക് ജോബിന് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യാനും ഒരുപാട് കമ്പനീസും കാര്യങ്ങളും ഒക്കെ വരും. അപ്പോൾ നമുക്ക് ആ ഒരു പ്ലേസ്മെന്റ് കിട്ടാനും ഏറ്റവും നല്ലത്, ക്യാമ്പസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്ലേസ്ഡ് ആവാൻ ഏറ്റവും നല്ലത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പോയിട്ട് പഠിക്കുകയാണ്. ഇനി ബെറ്റർ എംപ്ലോയ്, അതായത് ഒന്നുമില്ല, നമുക്ക് ജോലി, ഏറ്റവും നല്ല ഒരു ജോലിയും പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി CUET കിട്ടാൻ ഭയങ്കര പാടാണോ മിസ്? ഇല്ല മക്കളെ, വളരെ എളുപ്പമായിട്ടുള്ള ഒരു എക്സാം ആണ് CUET. കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമുക്ക് സാധാരണയായിട്ട് ഏതൊരു എൻട്രൻസ് എക്സാമുകളും വരികയാണെങ്കിൽ നമുക്ക് +1 പഠിക്കണം, അതുപോലെ തന്നെ +2 പഠിക്കണം അല്ലേ? പക്ഷെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് +2 മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, +2 ടോപ്പിക് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് നമ്മുടെ ബോർഡ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരിക. ഇനി ഏറ്റവും അതിന്റെ ഹയസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ നമ്മുടെ കീമിന്റെ എക്സാം വരെ മാത്രമേ പോകുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു കീമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ലെവലിൽ മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മതി. അതുപോലെ തന്നെ എന്താണ്, മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് നമ്മുടെ ബോർഡ് ലെവലിലാണ് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഇപ്പം
ഇപ്പോൾ ഒരു എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ കീമിനാണെങ്കിലും നീറ്റിനാണെങ്കിലും നമ്മൾ +1 ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങും അല്ലേ. പക്ഷേ ഈ ഒരു CUET എക്സാം എന്ന് പറയുമ്പോൾ നമ്മളൊരു ജനുവരിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, മറ്റേതൊക്കെ നമ്മൾ ഒരുപാട് സമയമെടുത്ത് പഠിച്ചിട്ടൊക്കെ കിട്ടണ കാര്യമാണ് അല്ലേ. പക്ഷേ ഈ ഒരു CUET എക്സാം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്താൽ പോലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ അത്രയും എളുപ്പമായിട്ടുള്ള ഒരു എക്സാമാണ്. അപ്പോൾ ഞാൻ ഈ എളുപ്പം എന്ന് പറയുന്നത് കൊണ്ട് അത് വളരെ ഈസിയാണ് എന്നുള്ളതല്ല, നമ്മൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കിട്ടും എന്നുള്ളതാണ് അല്ലെ. അല്ലാതെ ഒന്നും പഠിക്കാതെ പോയി കഴിഞ്ഞാൽ കിട്ടും എന്നല്ല മിസ് ഉദ്ദേശിക്കുന്നത്. നന്നായിട്ട് ഇപ്പൊ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് നമ്മുടെ CUET എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ഓൾസോ മക്കളെ, ഇതിന് ഒരുപാട് സീറ്റുകളുണ്ട്. അപ്പം ഇന്ത്യയിലെ തന്നെ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എക്സാമുകൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സീറ്റ് അവൈലബിലിറ്റി ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അഡ്മിഷൻ കിട്ടാനും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പം ഈ പ്രൊഫഷണൽ കോഴ്സുകൾ അല്ലാതെ അക്കാദമിക് കോഴ്സുകൾ എടുത്തു പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, പെട്ടെന്ന് തന്നെ ഒരു പ്ലേസ്മെന്റിലേക്കും ജോബിലേക്കും എൻ്റെ കുട്ടികൾക്ക് എത്തിച്ചേരണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ CUET എക്സാം ആണ്. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആവുന്നതാണ്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിടുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൺ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ എന്ത് ചെയ്യാം മക്കളെ, കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. CUET എക്സാം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പറ്റി അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ ആ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക.